വേണ്ട, അമ്പലത്തിലെ പാട്ട് ഓട്ടോമാറ്റിക്കായി സറൗണ്ട് സൗണ്ടിൽ വരും. അത് കേട്ടിട്ട് തന്നെ ഞാൻ എഴുന്നേൽക്കാറ്. ലക്ഷറി ലൈഫല്ലേ. പിന്നെ വീട്ടിലെ പോലെ അമ്മ വിളിച്ച് എഴുന്നേൽപ്പിക്കലൊന്നും ഇല്ല കേട്ടോ. ഹോസ്റ്റൽ ലൈഫ്. സോ എല്ലാം സെൽഫ് സർവീസാണ്. ബ്രഷ് ചെയ്യണം, റെഡി ആകണം. അതിനു മുൻപ് ഇമ്പോർട്ടൻ്റ് ആയ ഒരു കട്ടൻ ചായ, അത് കിട്ടിയാൽ മാത്രമാണ് ഞാൻ ഹ്യൂമൺ ആവുന്നത്. പിന്നെ ഡ്യൂട്ടിക്ക് പോകണം. എല്ലാം ഞാൻ തന്നെ അങ്ങനെ മാനേജ് ചെയ്യും കേട്ടോ. ഇൻഡിപെൻഡൻറ്റ് ലൈഫ് എന്ന് പറയുമ്പം ഇതൊക്കെയാണല്ലേ ഗൈസ്. കട്ടൻ ചായ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഇത് കുടിച്ചില്ലെങ്കിൽ എനിക്കൊരു തലവേദന ഉണ്ടാവും. അത് ഇന്നത്തെ ദിവസം മൊത്തം നീണ്ടു നിൽക്കും. അതുകൊണ്ട് തന്നെ സെൽഫായിട്ടുണ്ടാക്കി സെൽഫായിട്ട് കുക്ക് ചെയ്ത് കഴിക്കുന്നതിനോട് ഇപ്പോൾ എനിക്ക് ഭയങ്കര താല്പര്യം കൂടുതലാണ്. അതുകൊണ്ട് എത്ര മടിയാണെങ്കിലും ഇതുണ്ടാക്കി രാവിലെ കുടിച്ചില്ലെങ്കിൽ എൻ്റെ കാര്യം പോക്കാട്ടോ. അതുകൊണ്ട് ഞാനിത് രാവിലെ എഴുന്നേറ്റ് കുടിക്കാറുണ്ട് ഗൈസ്, ഒരു മരുന്ന് പോലെ. ഇനി നമുക്ക് പുറത്തെ കാഴ്ചകൾ കുറച്ച് കാണാം കേട്ടോ. പക്ഷെ അത് നമ്മൾ തിന്നാൻ വേണ്ടിയല്ല, നോക്കി നിന്ന് മോട്ടിവേഷൻ എടുക്കാൻ വേണ്ടി മാത്രമാണ് ഗൈസ്. സോ ഇതാണ് എൻ്റെ സിമ്പിൾ സ്ട്രഗിൾ പ്ലസ് കോമഡി മിക്സായ ലൈഫ്. ഇനി നമ്മൾ ഡ്യൂട്ടിക്ക് പോകണം, കണ്ടറിയാം ഇന്ന് എന്തെല്ലാം സംഭവിക്കുമെന്ന്. അപ്പോൾ പറമ്പിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞെങ്കിൽ ഇനി നമ്മുടെ ശരിക്കുമുള്ള ഡേ ഇൻ മൈ ലൈഫിലേക്ക് അങ്ങ് പോയാലോ. ഇതാണ് എന്നും എൻ്റെ ലൈഫിൽ നടക്കുന്ന കാര്യം. അതുകൊണ്ട് ഇനി ഇതുണ്ടാവില്ല. ഇത് നമ്മുടെ പുറകിലത്തെ സ്ഥലങ്ങളൊക്കെ കേട്ടോ. അത് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ എടുത്തതേ ഉള്ളൂ. അപ്പം ഈ ആകാശവും ഈ പച്ചപ്പും ഇതുമൊക്കെ ജസ്റ്റ് കാണിച്ചതാണ്. ഇതാണ് നമ്മുടെ മെയിൻ അലക്ക് സ്ഥലം. അപ്പം വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്കുള്ള വീഡിയോ എടുത്തോണ്ടിരിക്കുക. പറയണ്ടേലും അങ്ങോട്ട് എന്തേലും പറയരുത്. മാന്യ സദസ്സിന് വന്ദനം. മെഡിസിൻ നോക്കിയില്ല, സ്റ്റോക്കില്ല. പിന്നെ എന്താ ഇവിടെ ഉള്ളത്? ഇതൊക്കെ പിന്നെ എന്താ? പിന്നെ അങ്ങോട്ട് നോക്കടോ. നീ ഇരിക്കണത് മരുന്നല്ല. നല്ല പിന്നെ നിശാത്ത അഡ്രസ് ഉണ്ട്. ചിരിച്ച ഇത് ഫസ്റ്റ് കൊടുക്കാം. ഞാൻ എന്നെടുത്ത് വ്ളോഗ് രസമില്ലായിരുന്നു. മറ്റേ ആദ്യം അവള് എഡിറ്റിങ്ങിലാ ഗൈസ്. ഞങ്ങൾ ഫുഡ് എഡിറ്ററാണ് അവള്. കഴിക്കാൻ പോവാണ് ഗൈസ്. ഒരു എന്താ ഗൈസ്? കൊള്ളി എന്നതിനെ പറയുന്നേ. നമ്മൾ നാട്ടിൽ കപ്പ വറുത്തത് ആണോ? കൊള്ളി, വിറകും കൊള്ളി കഴിക്കുന്നു ഗൈസ് എല്ലാരും ഇരുന്ന്. ആ ഇത് അപ്പൊ ഞാനും കൂടി കഴിക്കട്ടെ ഗൈസ്. ഈ വിറകും കൊള്ളിയും കിട്ടത്തില്ല, മടലും കൊള്ളിയും എനിക്ക് കിട്ടത്തില്ല ഗൈസ്. അനഘ സ്റ്റക്കായിട്ട് നിൽക്കുക കേട്ടോ ഗൈസ്. ഞങ്ങൾ വീഡിയോ എടുക്കുന്ന ആരും അനഘയ്ക്ക് അറിയില്ല കേട്ടോ. നമ്മൾ ഹോസ്റ്റലിലെ ഡ്രസ്സൊക്കെ അലക്കാൻ വരുന്ന സ്ഥലമാണ്. അനഘ അവൾ വായി നോക്കി നിൽക്കുമായിരുന്നു ഗൈസ്. എടി നീ അറിഞ്ഞില്ലല്ലോ വീഡിയോ എടുക്കുന്ന ആരെയോ? ഇടി എന്തിനാണ് ഈ വെയിലത്ത് വന്നത്? ഇനി എത്ര നേരം ഇവളിവിടെ നിൽക്കുമെന്നറിയാവോ? ടാറ്റാ ഗൈസ്. ഇതാണ് അപ്പം ഞങ്ങൾ അലക്കാൻ വരുന്ന സ്ഥലം കണ്ടോ. ഈ ഡ്രസ്സെല്ലാം ഇന്ന് ഞങ്ങൾ കണ്ട അവിടുത്തെ ആ സ്ഥലത്ത് ഇങ്ങനെ അലക്കിയിടും. അമ്പലമാട്ടോ, അമ്പലത്തിൽ പരിപാടി നടക്കുക. ഹലോ ഗൈസ്, അപ്പം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് ഉച്ചയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പം ഇവള് ഉച്ചയ്ക്ക് പോകാൻ നിൽക്കുക. ഞങ്ങൾക്ക് ഷിഫ്റ്റ് ആണല്ലോ. ഫുഡ് കഴിക്കണം. പിന്നെ ഷംന, അപ്പം ഞങ്ങൾ ഷംന ഉണ്ട്. ഇത് ഫുൾ ഡേ ഇൻ മൈ ലൈഫ് ഞങ്ങൾ പറ്റുന്ന പോലൊക്കെ എടുക്കാം. അപ്പം അനഘ ഡ്രസ്സൊക്കെ അലക്കിയിട്ട് വന്നിട്ടുണ്ട്. അപ്പം തുടങ്ങാം ഗൈസ്. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. എപ്പോഴും ഞങ്ങൾ തൈര് വയ്ക്കും. പിന്നെ അച്ചാർ ഞങ്ങൾ ഇതുപോലെ വാങ്ങി വെച്ചിട്ടുണ്ട് ഗൈസ്. ഈ അച്ചാർ ഇത് എന്നും ഉണ്ടാവും. കടലമാവാട്ടോ, കടലമാവ്. പിന്നെ എന്തെങ്കിലും മുഖത്തൊക്കെ ഇടാനായിട്ട് യൂസ് ചെയ്യും. ടാനൊക്കെ അടിക്കുന്നുണ്ടാവില്ല, മടിയാണ് ഗൈസ്. എല്ലാം കൂടി ചെയ്യാനുള്ള ടൈമൊന്നും കിട്ടത്തില്ല. പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ഹായ് ഗൈസ്, ഞാൻ ഡ്യൂട്ടിക്ക് പോകാം. അപ്പം ഞാൻ കോട്ട് ഷിഫ്റ്റുള്ളപ്പോൾ ഇന്നത്തെ ഉച്ചയ്ക്ക് വെയിലത്ത് അവിടെ പോയി പോകും. അല്ലെങ്കിൽ ഞങ്ങൾ ഈ നേരത്ത് കടന്നുറങ്ങും. ഇന്ന് ഉറങ്ങാൻ പറ്റത്തില്ല. അപ്പം ഞാൻ 11 മണി വരെ കടന്നുറങ്ങി. അപ്പം നമുക്ക് ചോറ് റെഡിയാക്കാം. പാത്രത്തിലാണ് നമ്മൾ കഴിക്കുന്നത്. എന്താ പറയുക, ഊട്ടപാത്രം. അല്ല
എല്ലാ മെഡിക്കൽ ഫീൽഡിലും വർക്കിന് എല്ലാവരുടെ കയ്യിലുണ്ടാവും ഒരു വാച്ച്. അത് നിർബന്ധം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതിനകത്ത് അവിടെ പേഷ്യൻ്റ് ഉണ്ടായിരുന്നു കുളിച്ചത്. ഇപ്പൊ കുളിച്ചതേ ഉള്ളൂ. കുളിച്ചിട്ടോ 11 മണി വരെ കടന്നുറങ്ങി. കമ്മലിട്ടിട്ടില്ല. ചോറാലേടി വലിയ ചോറ് മേറ്റെല്ലാം കൂടി കളിച്ച് പോയാ. അപ്പൊ 1 മണിയാവാനായി ഞാൻ പോവാ. ഞങ്ങൾക്കുള്ള ചോറ് ഞങ്ങൾ ഇതിലേക്ക് ഇത് വെള്ളമൊക്കെ എല്ലാവരും ചോദിക്കും അടുക്കളയിൽ വന്നിട്ട് എന്താ കമ്മലിടുന്നേ. അപ്പൊ ഞങ്ങൾ ചോറ് ഇങ്ങനെ ആക്കി വെക്കും കേട്ടോ. ഇവിടെ സമയം കൂടി ഒരുമിച്ച് വരും കഴിക്കാൻ. നിങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കും. കൈ മാത്രമുള്ളൂ വാച്ചിട്ട രസം, ബാക്കിയുള്ളൊരു തടിയില്ല. തടിയില്ലാത്ത ഭയങ്കര അലമ്പാണ്. കുറച്ച് തടിയൊക്കെ വേണം. കാരണം തടി തടിയില്ല. തടി വേണ്ട. എനിക്ക് ഇവളെ പോലെ തന്നെ ചേച്ചി കൂട്ടുന്ന തടിയുള്ളൂ. ഞാൻ എനിക്ക് തടി ഇഷ്ടമല്ല. ഇതല്ലോ പാച്ചിട്ട് എല്ലാവരും മെനുണ്ട് കാണുന്നതൊക്കെ. ഷംന വരുന്നുണ്ട്. മന്തിയൊക്കെ ഇറങ്ങാത്തത് ഞങ്ങൾ ഹോസ്റ്റലിൽ ശീലിച്ചു. ഉണക്കമീൻ പൊളി. ഫുഡിന്റെ എടുക്കാത്തതെന്ന് വെച്ചാൽ ഓൾറെഡി ഇന്നലെ ഫുഡ് കാണിച്ചു തന്നായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് അധികം ഫുഡിനെ കുറിച്ച് പറയുന്നത്. അത്രേ ഉള്ളൂ. നിങ്ങൾ സ്റ്റെപ്പായിട്ട് കാണിച്ചത് ഒരുപാട് കാണിച്ചില്ല. 54 ഇതിന്റെ വാൾപേപ്പർ ആട്ടോ. എന്റെ അമ്മ ഡ്രസ്സല്ലേ ഫോട്ടോയെ ഒറിജിനൽ കണ്ടോളി ഗൈസ്. ഇതല്ലേ ഗൈസ് ഞങ്ങളൊരു വീഡിയോ വരുന്നുണ്ട് കേട്ടോ. ഞങ്ങളൊരു വീഡിയോ ലിസ്റ്റ് കിട്ടിക്കാണ്. അറിയത്തൊന്നുമില്ല. മീനുണ്ടാക്കി ചെറുതായിട്ട് കരിഞ്ഞു പോകുന്നൊരു ഡൗട്ട് ഇല്ലാതില്ല. കൊള്ളാം. എന്തായാലും കിട്ടി. ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് എന്തെങ്കിലും കഴിച്ചാൽ മതിയല്ലോ. വീട്ടിലുണ്ടാക്കുന്ന ഒരു പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ കിട്ടില്ല. അപ്പം ഇതൊക്കെ തന്നെ ട്രൈ ചെയ്യാം. കണ്ട മാവിലൊക്കെ വലിഞ്ഞു കയറി ഞാൻ അച്ചാറിട്ട് ഈ സമയത്ത് കൊടുക്കാന്ന് പറഞ്ഞിട്ട് പറിച്ചോണ്ട് വന്നിരിക്കുക. അതും പച്ച മാങ്ങ. ഇവളാട്ടോ വന്ന് പറഞ്ഞത്. ഷംനാഥ എൻ്റെ അടുത്ത് പറഞ്ഞത് എന്താ അച്ചാർ തരാമെന്ന് ഇത് പറഞ്ഞില്ലേ എനിക്കറിയത്തില്ല. അവിടെ പൊട്ടിക്കിട്ട് വീണ്ടും പൊട്ടിക്കുന്നുണ്ടോ? കഴിഞ്ഞിട്ട് ഇവള് വന്നിട്ടുണ്ട് ഗൈസ്. ഞങ്ങളിവിടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഓക്കെ ഞങ്ങളുടെ ഫോട്ടോ വേറെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വീട്ടിൽ കൊണ്ടുവച്ചു. ഇവളും വീട്ടിൽ കൊണ്ടുവച്ചു. ഇത്രയും സൗണ്ട് ഉള്ളൊരു ഫാന് എപ്പോഴാണോ എൻ്റെ ദേഹത്തോട്ട് പൊട്ടി വീഴുന്നതെന്ന് എനിക്കറിയത്തില്ല. ഡ്യൂട്ടിക്ക് ഇറങ്ങിയാലും 10 തവണ ഞങ്ങൾ ഇതുപോലെ ഒരുങ്ങും കേട്ടോ. എന്നാലേ ഞങ്ങൾ ഒരുങ്ങിയിട്ട് അങ്ങോട്ട് പോകത്തുള്ളൂ. അതെ ഇനി ഒരു 10 തവണ ഞങ്ങൾ ഇങ്ങോട്ട് കയറി വരും ഡ്യൂട്ടിക്കിടയിൽ. അങ്ങനെ ഒരു പരിപാടിയുണ്ട് ഞങ്ങൾക്ക്. ഇത് പിന്നെ പുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഇരിക്കുക. ഈ സാധനം നമ്മളെന്തായാലും ഹോസ്റ്റലിൽ നിൽക്കണമല്ലോ. ഹോസ്പിറ്റൽ ഫീൽഡ് വർക്ക് ചെയ്യണമല്ലോ. എന്തായാലും നൈറ്റ് വർക്ക് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ കുളിച്ചിട്ട് കിടക്കും. അപ്പൊ രാവിലെ ഒന്നും തന്നെ കണ്ടിട്ടില്ല. അപ്പൊ രാവിലെ ഒരു പാലിട്ട് നിൽക്കുന്ന വെച്ചാൽ ഇതെടുത്താലേ തേച്ചാൽ മതി. നല്ലതാണ്. ഇതിന്റെ ലിങ്ക് ഞങ്ങൾ ഈ വീഡിയോയിൽ പ്രൊഡക്റ്റ് ടാഗ് ചെയ്യാം. അപ്പൊ എല്ലാരും ഒന്ന് പോയി വാങ്ങിക്കോട്ടോ. പകുതി യൂസ് ചെയ്ത് അതിനകത്തിന് ഒന്നുമില്ല. ഒന്നുമില്ല ഗൈസ്. അപ്പോ നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. കണ്ടോ ഓക്കെ ഗൈസ്. അപ്പൊ ഞങ്ങൾ പോയി കഴിക്കട്ടെ. ബാക്കി വഴിയെ കാണിച്ചു ഉണ്ടാക്കാൻ പോകുന്നത്. സാമ്പാറൊന്നും ആരും ചോദിക്കാൻ നിൽക്കണ്ട. ഇത് ഹോസ്റ്റലാണ്. തൈര് റെഡിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ബാക്കി ഞങ്ങൾ വഴിയെ കാണിച്ചു. കുറച്ച് ഉപ്പിടട്ടെ ഗൈസ്. കുറച്ച് മഞ്ഞപ്പൊടി വേണം. മഞ്ഞപ്പൊടി എത്രാമത്തെ വട്ടമാണെന്നറിയാം. തുടങ്ങി
ഗൈസ് ഇവിടെ പറയൂ. ഇപ്പൊ കൂടി ഇബലെ പോലെ ഇബലെ ഹോസ്റ്റലിലായി, ഇനി താമസം കൂടി ഇങ്ങോട്ട് മാറാം. അതെ 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 അതെ. ആ കുറെ നേരമായി ഗൈസ്, ശരി പറഞ്ഞിട്ട് പോതു. ഇവളിപ്പോ ഫുഡ് കൊടുത്തിട്ട് പോവാം. സാമ്പാറും കൂടി റെഡി ആവട്ടെ കേട്ടോ. ഇഷ്ടമുള്ള ഫുഡാണ് ഇന്ന് ഇവക്ക് കൊടുക്കാൻ പോകുന്നത്. ഇല്ല കാശ് എന്നും ഒരേ ഫുഡ്. രേണുവിന്റെ സാമ്പാർ ഉണക്കമീൻ പൊരിച്ചത്, കിഴങ്ങില്ലാത്ത ഒരു പരിപാടി ഇല്ല കാശ്. ഇന്നൊരു ചേഞ്ച് ഉണ്ട് ഇവൾക്ക്. ഞങ്ങൾ മാങ്ങ അച്ചാറും കൂടി ഇടുന്നുണ്ട്. ഒരു പഴുത്ത മാങ്ങ കിട്ടിയായിരുന്നു, അപ്പം അത് ഞങ്ങൾ എന്തായാലും മുറിച്ചിട്ടുണ്ട്. മാങ്ങാണ്ടിയും തരില്ല. ആ വേണ്ട. അത് കൊഴുത്തായിരുന്നു, അത് ഉണങ്ങിയില്ല. അപ്പോൾ വീണ്ടും വന്നു. ഈ ഡ്യൂട്ടി തന്നെയാണോന്ന് ഇവർക്ക് ഡൗട്ട് ഉണ്ട്. ഈ പറയുന്ന ആൾക്കാർ ഒന്നും ഇവിടെ ഇരിക്കണു. എന്റെ ഡ്യൂട്ടി കയ്യില് കാശ് ലഞ്ച് ബ്രേക്കാ. ലഞ്ചാ ഞങ്ങൾ കഴിച്ചോണ്ടിരിക്കാം. കൊള്ളാം കൊള്ളാം അല്ലേ? മാങ്ങയിൽ മഴയോടൊക്കെ മഞ്ഞ ഒരു മിനിറ്റ് കൊണ്ട് ഇതൊക്കെ ഫിനിഷ് ചെയ്യും. ഒരു മിനിറ്റ് സെക്കൻഡുകൾ വേണ്ട ഞങ്ങൾക്ക്. ഗൈസ് മാങ്ങ ഞങ്ങൾ ഇതുപോലെ അരിഞ്ഞിട്ട് ഇങ്ങനെ എണ്ണയും മുളകും കൂടി ചൂടാക്കിയിട്ട് ചോറിൻ്റെ കൂടി ഇട്ട് കഴിക്കും. എന്നാ ടേസ്റ്റ് ആണെന്നറിയോ ഗൈസ്? ഇത് നല്ല ടേസ്റ്റാണ്. ഇത് സാമ്പാർ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. കണ്ട കണ്ട കണ്ട. പിന്നെ അതൊക്കെ ഞങ്ങൾ വെച്ചിരിക്കുന്ന പൂക്കളും ചെടികളൊക്കെയാണ്. 4 മണിക്കത്തെ അല്ല സോറി 6 മണിയായി ഞങ്ങൾ ചായ കുടിക്കുവാണ്. വളരെ കഴിക്കാൻ ഇവക്കൊന്നുമില്ലേ? കഴിച്ചോ? ആ അതെ കഴിച്ചോണ്ടിരിക്കുന്നു കഴിച്ചു. ഞാൻ കണ്ടില്ല ഇവിടെ കേൾക്കണ്. ഇപ്പം ഞങ്ങൾ വൈകിട്ട് ഒരു 10 മണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ഡ്യൂട്ടി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കയറാൻ പോവാണ്.